A+Tube സ്വാഗതം. ഇന്നൊരു മണ്ണെണ്ണ വിഷയം പറയാം. എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തുന്ന ചാനലായതുകൊണ്ട് മണ്ണെണ്ണയെ മാത്രം മാറ്റി നിർത്തുന്നത് ശരിയല്ലല്ലോ. കാരണം ഒരു പുതിയ വാർത്ത വന്നതുകൊണ്ടാണ് അത് ഉൾപ്പെടുത്തുന്നത്. റേഷൻ കടകളിൽ നിന്ന് നമുക്ക് പതിവായി കിട്ടുന്ന 4 വിഭവങ്ങളുണ്ട്. അരിയുണ്ട്, ഗോതമ്പുണ്ട്, പഞ്ചസാരയുണ്ട്, മണ്ണെണ്ണയുണ്ട്. ഇപ്പോൾ ഈ പഞ്ചസാരയും മണ്ണെണ്ണയും ഒക്കെ അപൂർവ വസ്തുവാണ്. പലപ്പോഴും നമുക്ക് റേഷൻ കടകളിലേക്ക് സഞ്ചിയുമായി പോയാൽ അരിയും ഗോതമ്പും പോലും കിട്ടാത്ത ദിവസങ്ങൾ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ഒരു സാധാരണ അനുഭവമായി ആളുകൾക്ക് മാറിയിട്ടുണ്ട്. റേഷൻ കടകളിൽ പോയിട്ട് നമ്മൾ തിരിച്ച് സഞ്ചിയുമായി പോകുമ്പോൾ ആളുകൾ ചോദിക്കും, എന്താ റേഷൻ കടയിലാണോ പോയത്? കാരണം ഒഴിഞ്ഞ സഞ്ചിയുമായി തിരിച്ചു പോയാൽ അതിനർത്ഥം പോയത് റേഷൻ കടകളിലാണ് എന്നുള്ളതാണ്. അതാണ് ഇപ്പോഴത്തെ സംസ്ഥാനത്തിൻ്റെ ഒരു സ്ഥിതി. ഞാൻ പറഞ്ഞതാണ്. ഈ മണ്ണെണ്ണയുടെ കാര്യത്തിൽ മണ്ണെണ്ണ ഇപ്പോൾ എല്ലാ റേഷൻ കടകളിലും കൊടുക്കുന്നില്ല. മറിച്ച് തിരഞ്ഞെടുത്ത പഞ്ചായത്തുകളിലെ റേഷൻ കടകളിൽ മാത്രമേ മണ്ണെണ്ണ വിഹിതം കൊടുക്കൂ. ആ മണ്ണെണ്ണ വിഹിതം അർഹരായ ആളുകൾക്ക് വാങ്ങാം. റേഷൻ കട ഉടമകൾ 2 ദിവസം മുമ്പ് സമരം നടത്തി. അവർ പറഞ്ഞത് കിട്ടുന്ന മണ്ണെണ്ണ വിഹിതം എല്ലാ റേഷൻ കടകൾക്കും സമമായി വീതിച്ചു കൊടുക്കണം. അതാണ് ശരി, അത് മാത്രമാണ് ശരി. മറിച്ച് സർക്കാർ എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന പഞ്ചായത്തുകളെ കണ്ടെത്തുക? ഈ പഞ്ചായത്തുകളിലൂടെ മാത്രമേ കൊടുക്കുകയും ഉള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണ്? ആർക്കും അറിയില്ല. ഇതൊക്കെയാണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത്. റേഷൻ വിഹിതം എല്ലാവർക്കും കിട്ടാനുള്ളത് അത് നിയന്ത്രിച്ച് ഒരു കാറ്റഗറിക്കലായിട്ടുള്ള പഞ്ചായത്തുകൾക്ക് മാത്രം കൊടുത്ത് അവിടെ നിന്നും വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിനെയാണ് അവർ എതിർക്കുന്നത്. മണ്ണെണ്ണ നേരിട്ട് കടകളിൽ എത്തിക്കണം എന്നുള്ളതും അവരുടെ ആവശ്യങ്ങളിൽ വരുന്നതാണ്. ചുരുക്കം ഞാൻ അങ്ങ് നിർത്താം. മണ്ണെണ്ണയുടെ കാര്യം ഇങ്ങനെയാണ്. അതുകൊണ്ട് മണ്ണെണ്ണ എല്ലാവരും നമ്മുടെ റേഷൻ കടകളിൽ കിട്ടും എന്ന് പറഞ്ഞ് ഈ മണ്ണെണ്ണയുടെ ടിന്നും റേഷൻ കാർഡുമായിട്ട് ക്യൂ നിൽക്കാൻ പോകേണ്ടതില്ല. എല്ലാവർക്കും മണ്ണെണ്ണ കിട്ടില്ല. തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തിൽ മാത്രമേ കിട്ടൂ. അത് ഏത് പഞ്ചായത്ത് ആണ് എന്നുള്ളത് നിങ്ങൾ കടകളിൽ പോയി തന്നെ അന്വേഷിക്കേണ്ടി. ഈ കട തിരഞ്ഞെടുക്കപ്പെട്ട ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. റേഷൻ കട ഉടമകൾ ഇപ്പോൾ ഈ മണ്ണെണ്ണ ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇതെല്ലാം എവിടെ പോയി അവസാനിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പുതിയ വാർത്ത വന്നാൽ അത് ഉൾപ്പെടുത്താം. അത് മാത്രമേ പറയാനുള്ളൂ. നന്ദി.